ഏതുപോലെ ആയിരിക്കണം? കമാലായകൂനു ഹുളൂറുൽ ബഹാഇമി സബബൻ ഫീഹി. ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇബാദത്തിന്റെ സ്ഥലത്ത് അല്ലെങ്കിൽ നാൽക്കാലി കൂട്ടം ഇബാദത്ത് ചെയ്യാണ്, അയാളുടെ അടുത്തേക്ക് ഒരുപാട് കന്നുകളും ആടുകളും കുതിരകളും ആരും കയറി വന്നു. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ വെച്ച് അപ്പോൾ ഇഖ്ലാസിന്റെ ആൾ കാരണമാകുമോ? ഇല്ലല്ലോ, ഇല്ല. എന്നതുപോലെ മനുഷ്യരുടെ അടുക്കലും ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്തളത്തിൽ ഇഖ്ലാസ് അല്ലാതെ മറ്റൊന്നും വരാൻ പാടില്ല എന്നർത്ഥം. ഫമാദാമ യഫറുഖു ബൈന മുശാഹത്തി ഇൻസാൻ വ മുശാഹത്തി ബഹീമ. നാൽക്കാലികൾ അവിടെ സന്നിഹിതരാവുക, മനുഷ്യർ സന്നിഹിതരാവുക, ഇത് രണ്ടിന്റെ ഇടയിൽ വ്യത്യാസപ്പെടുത്തുന്ന കാലത്തോളം ഫഹുവ ഖാരിജുൻ അൻ സഹുവിൽ ഇഖ്ലാസി. അപ്പൊ അവൻ ഇഖ്ലാസ് എന്ന് പറയുന്ന ആ വെളിച്ചത്തെ തൊട്ട് പുറത്തു പോയി, അവൻ ഇഖ്ലാസ് ഇല്ലാത്തവരായി. മനുഷ്യന്മാരടുത്ത് വരുമ്പോൾ നല്ല ഇഖ്ലാസാ, നാൽക്കാലികൾ പിന്നെ ഇഖ്ലാസ് കാട്ടി കാണുമല്ലോ, അപ്പോൾ ഇഖ്ലാസ് ഉണ്ടാവില്ല, അത് പറ്റൂല, എവിടെയും ഒന്നായിരിക്കണം. അപ്പൊ ഇതിലേക്ക് ഈ പറഞ്ഞ ഇഖ്ലാസിലേക്ക് അൽ ഇഷാറത്തു ചൂണ്ടലുണ്ട്. ബിഖൗലിൽ ഇമാമി സൈനുദ്ദീനിൽ മഅ്ബരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അദിക്ക എന്ന് പറഞ്ഞ കിതാബിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അത് ഈ ഇഖ്ലാസിലേക്കാണ്. എങ്ങനെയായാലും അയാൾക്ക് ഇഖ്ലാസ് വേണം, ജനസാന്നിധ്യത്തിലായാലും നാൽക്കാലിന്റെ മുന്നിലായാലും. ഈമാനു മർഇൻ ലാ യകൂനു തകാമുല ഹത്താ യറാനാ സംബിബിലിൻ മുസ്തിലാ. ഒരു മനുഷ്യന്റെ ഈമാൻ അത് പരിപൂർണമാവുകയില്ല. ഏതുവരെ എന്ന് ചോദിച്ചാൽ മനുഷ്യകൂട്ടത്തെ ഒട്ടകത്തിനോട് സമാനമായി അവൻ കാണണം. മനുഷ്യരായാലും ഒട്ടകമായാലും ഞാൻ വിശ്വസിക്കേണ്ടതും ഇഖ്ലാസും എനിക്കുണ്ട്, അവിടെ യാതൊരു വ്യത്യാസവും എല്ലാവരും മുന്നിൽ. ഈ ഒരു നിലപാടിലേക്ക് ഒരു മനുഷ്യൻ എത്തണം. അങ്ങനെ എത്തുമ്പോഴേ ആ മനുഷ്യനിൽ പരിപൂർണ ഈമാനുള്ളവനാവുകയുള്ളൂ. ഇത് മനുഷ്യന്മാര് കാണാൻ വേണ്ടി പൊങ്ങച്ചം കാണിച്ച് ഇബാദത്ത് ചെയ്യുക, അപ്പൊ വല്ലാത്തൊരു ഇഖ്ലാസ് ഉണ്ടാവും. നാൽക്കാലി കൂട്ടത്തിലാകുമ്പോൾ ഓൽക്കത് മനസ്സിലാവുന്നത് വിചാരിച്ച് വല്ലാതെ ഇഖ്ലാസ് കാട്ടാതെ കാട്ടിക്കൂട്ടലുണ്ടാക്കുക. അപ്പൊ ജനമുന്നിൽ ഇഖ്ലാസ് ശരിയല്ല, അത് ശിർക്കായി മാറും. അപ്പൊ ആയില കഴിഞ്ഞു, ഔഷത്തും കഴിഞ്ഞു, അതിരുണ്ട്, അപ്പൊ ഇഖ്ലാസാണ്. അപ്പൊ അതിന് ഇഖ്ലാസിന്റെ ഏറ്റവും താഴ്ന്ന പടി അല്ലാ തുരീദ ബിഅർളം ഗൈരിഹി തആല. അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് ഒരാവശ്യം ഇബാദത്ത് കൊണ്ട് നീ ഉദ്ദേശിക്കാൻ പാടില്ല. അള്ളാഹുവിൽ മാത്രമേ നീ ആവശ്യം ഉദ്ദേശിക്കാവൂ ഇബാദത്ത് കൊണ്ട്, വേറെ ആരെയും ഉദ്ദേശിക്കാൻ പാടില്ല. ഇബാദത്ത് ചെയ്യുന്ന ഒരാളെ ലക്ഷ്യം എനിക്ക് ആഖിറം നന്നാവണം, അവിടെ കൂലി കിട്ടണം, ആ തേടുന്നത് ഈ ഇഖ്ലാസിന് എതിരുണ്ടോ? അല്ലേ, ഇല്ല. വലാ തലബുൽ അഗ്റാദി ദുന്യവിയ്യത്തി ഇൻകാന മിനല്ലാഹി തആല. ദുന്യവിയായിരിക്കുന്ന ആവശ്യം തേടാൻ കുഴപ്പമില്ല, അള്ളാന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ, ജനങ്ങളെ ഭാഗത്തുനിന്നാവരുത്. അതിപ്പോ എങ്ങനെ ചോദിച്ചാൽ കാല പറയപ്പെടും പോലെ സ്വഭാഗി വൽ മസായി, പ്രഭാത സമയത്തും പ്രദോഷ സമയത്തിലും എന്ത് പറയും? ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമായി വഹുവസ് സമീഉൽ അലീം എന്നൊരു ദിക്റുണ്ട്. ഇത് പ്രഭാത സമയത്തിലും ചൊല്ലാം, പ്രദോഷ സമയത്തിലും ചൊല്ലാം. എന്തിന്? കൈലാ യദുറു ശൈഉൻ, ഒരു വസ്തു അവനെ ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ വേണ്ടി. ഇത് ദുനിയാവിലാണ്. അപ്പൊ ദുനിയാവിൽ വെച്ച് ഈ ദിക്റ് ചൊല്ലുമ്പോൾ അള്ളാഹുവിനെ ചോദിച്ചത് കുഴപ്പമില്ല, അത് ദുന്യവിയാതെ ആവശ്യമാണ്. എന്തുകൊണ്ട്? ഈ അംബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദാലിക, ഇത്തരം കാര്യങ്ങൾ ചൊല്ലണമെന്ന് റസൂലുള്ളാഹി ആജ്ഞാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. ഇനി ഒക്കെ ഖിറാഅത്തി സൂറത്തിൽ വാഖിയത്തി കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും വാഖിയ സൂറത്ത് ഓതും പോലെ. എന്തിനത്? കൈലാ തുസീബഹു ഫാഖത്തുൻ, ദാരിദ്ര്യം അവനെത്താതിരിക്കാൻ വേണ്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പറ്റുന്ന ഒന്നാണ് വാഖിയ സൂറത്ത് പതിവാക്കി ഓതുക. ഇത് ദുന്യാവുന്ന ചെയ്യുന്നത്. വാഖിയ സൂറത്ത് അള്ളാന്റെ കലാമാണ്. അപ്പൊ അല്ലാഹു തആലാന്റെ ഭാഗത്തു നിന്നാണ് ദുന്യാവിന് ഈ ആവശ്യം തോന്നി, അത് കുഴപ്പമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ സുമ്മലിക്കുല്ലി മർത്തബത്തിൻ മിൻഹാ, ഇവകളിൽ നിന്ന് ഓരോ എല്ലാ മർത്തബകൾക്കും ഉണ്ട് മനാസിൽ, ഒരുപാട് സ്ഥാനമാനങ്ങളുണ്ട്. ബഅദുഹ ഫൗക ബഅദിൻ ബിഅസ്ലി തഫാവുത്തിൽ ആമിലീന, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഏറ്റ വ്യത്യാസം എങ്ങനെയുണ്ടോ അതനുസരിച്ച് കൊണ്ടാണ്
ചില സ്ഥാനങ്ങൾ ചില സ്ഥാനത്തിനേക്കാൾ ഉയർന്ന പടിയിലേക്ക് വരുന്നതെല്ലാം ഒരുപോലെയല്ല. അത് താൻ ചെയ്യുന്ന അമല് പോലൊക്കെയായിരിക്കും എന്നാണ്. ഇനി അടുത്തത് വസ്സുഹുദീന, സുഹൃത്ത് കൊണ്ടും നിങ്ങൾ പതിവായി നിൽക്കുന്നുണ്ട്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചത്യാഗം എന്നാണല്ലോ, പ്രപഞ്ചത്തെ വെടിയലാണല്ലോ. സാമ്പത്തികമായി വല്ലതും കിട്ടണം. അപ്പൊ സമ്പത്തിനോട് ഹൃദയത്തിന്റെ ബന്ധം ഉപേക്ഷിക്കണം. സമ്പത്തിനുള്ള ബന്ധമേ ഉണ്ടാവാൻ പാടില്ല. അധികവും അതിന്റെ ലാജിമിൽ വരും. എന്ത്? തെറുക്കുഹു, അതിനെ ഉപേക്ഷിക്കും. സമ്പത്തിനെ ഉപേക്ഷിക്കൽ അതിന് ലാജിമിൽ വരുന്നതാണ്. എന്തുകൊണ്ട്? ബിഹി, സമ്പത്ത് കൊണ്ട് ജോലിയാവുക എന്നുള്ളത് ബിഹി, സമ്പത്തിനോട് ഹൃദയത്തിനോട് ബന്ധമില്ല. ഹൃദയത്തിൽ വെറും സമ്പത്തുണ്ടാക്കണമെന്നൊരു ചിന്തയൊന്നുമില്ല. അപ്പൊ സാമ്പത്തികമായുള്ള ഒരു സമ്പത്തിനോട്, സാമ്പത്തികം എന്ന് പറഞ്ഞാൽ സമ്പത്തിനോട് അയാൾക്ക് എന്തില്ല? വലിയ ബന്ധമൊന്നും അതിനോടില്ല. എന്നിട്ട് സമ്പത്ത് കൊണ്ടുപോയി ജോലിയാവുക. അങ്ങനെ ജോലിയാവുമ്പോൾ അമ്രുൻ, അതങ്ങനെ കാര്യമാണ്. ലാ യത്തബിഖു, അത് യോജിച്ച് കിട്ടൂല. ഇല്ലാ ലിമൻ ഖസ്സഹുല്ലാഹു തആല ബിഇനായതിഹി, അല്ലാഹു തആല അയാളെ ശ്രദ്ധിക്കൽ കൊണ്ട് അയാളെ പ്രത്യേകമാക്കി. അങ്ങനെ പ്രത്യേകമാക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ഇതൊക്കെ എന്ത് കിട്ടുള്ളൂ? ഈ പറയുന്ന സുഹൃത്തൊക്കെ ലഭിക്കുള്ളൂ എന്നാണ്. അപ്പോ ഖൽബിന് യാതൊരു ബന്ധവുമില്ല സമ്പത്തിനോട്. അങ്ങനെ സമ്പത്തിനോട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കെ പിന്നെ ആ സമ്പത്ത് കൊണ്ട് ജോലിയാണ് കുഴപ്പമൊന്നുമില്ല. സമ്പത്തുമായിട്ടുള്ള യാതൊരു ബന്ധം ഹൃദയത്തിനില്ല. അതില്ലാതിരിക്കുക, സമ്പത്ത് ഇല്ലാതിരിക്കുക എന്നല്ല, സമ്പത്ത് ഉണ്ട്. എന്നിട്ട് ആ സമ്പത്തുമായി ഇങ്ങനെ കൂടി ജീവിക്കുക, അതെന്ന ചിന്ത അതില്ല. അത് ഒഴിവാക്കണത്. അല്ലതീ എംബഴി, അപ്പോൾ ആവശ്യമായിട്ട് വരുന്ന അത്യാവശ്യമാണ്, സർവനിർബന്ധമാവും അത്. ലിമുല്ലാക്കിൽ അംബാലി, സമ്പത്തിനെ ഉടമയാക്കിയ ആൾക്ക്. അല്ലദീന, എങ്ങനത്തെ ആളുകള്? അവര് അബ്ദാലിഹിം, ആ സമ്പത്തിനെ അവരുടെ ശരീരങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്താണെന്നറിയാമോ ഉടമയാക്കി വെച്ചതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അത്യാവശ്യമാണ് ഇസ്തിആലും ബിൽ അംവാൽ മുബാഹത്തിൻ, ഹലാലായ സാമ്പത്തികം കിട്ടുന്നു നോക്കണം. അപ്പൊ ആ ഹലാലായ സാമ്പത്തിക ഇടപാട് കൊണ്ട് ജോലിയാവണം. ശരീരത്തിന് വേണ്ടി കിട്ടുന്ന സമ്പത്തിന് അത്യാവശ്യമായ സംഗതി അതാണ്. ഒരു ഖുലൂബിൻ തഅല്ലഖുൻ ബിഹാ, അവിടെ ഹൃദയത്തിന് അത്തരം ഹലാലായ സമ്പത്ത് കൊണ്ട് ബന്ധവും ഉണ്ടാവണം. നമ്മുടെ അവസ്ഥ അങ്ങനെയൊക്കെയാണല്ലോ. അതുപോലെ അപ്പൊ എന്ത് വേണം? അങ്ങനെയുള്ള ഒരാള് എന്നാ പിന്നെ ഇയാൾക്ക് സാമ്പത്തികമായി ഇടപാടും സമ്പത്തിനും നല്ല ബന്ധമുണ്ട്. ഹലാലായ കാര്യങ്ങളെ കൊണ്ടാണ് ജോലിയായി ഇങ്ങനെ സമ്പത്ത് നേടുന്നുണ്ട്. ഇത്തരം ആളുകൾക്ക് അത്യാവശ്യം എന്താ അറിയാം? തെർക്കുദാവ സുഹൃദി, അയാൾ പ്രപഞ്ചത്യാഗിയാണെന്ന് പറയാൻ പാടില്ല. ആ വാദം ഉപേക്ഷിക്കാൻ അത്യാവശ്യമാണ്. ഈഹാബുഹു, അങ്ങനത്തെ ഒരാളാണ് തോന്നിപ്പിക്കാനും പാടില്ല, അത് കളയണം. ബിഖിലാഫി മാ നഫഅലുഹു മആസ്റൽ ലോകമാന്യന്മാരായ കൂട്ടരെ, അതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നതിന് എതിരായിട്ട്. അപ്പൊ പലായും അസുഹുദ് ഫീഹ, അപ്പൊ സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു സുഹൃദ് നമുക്ക് സൗകര്യമേ അല്ല. നമ്മളൊക്കെ ലക്ഷ്യം സമ്പത്ത് കിട്ടണം എന്നാണല്ലോ, അതില്ലെങ്കിൽ പ്രശ്നമല്ല. എന്നിട്ടോ വലാക്കി നദ്ദഇഹി, എന്നിട്ട് നമ്മൾ വാദിക്കണം എന്താ? സുഹൃദിന്റെ വാദിക്കണത്. അങ്ങനെ പോലെ നമ്മൾ ഞൊടിയും. അന്ന സുഹൃദ് എന്ന് പറഞ്ഞാല് അദമു തഅല്ലുഖിൽ ഖൽബി ബിൽ അംവാലി, സമ്പത്തിനോട് ഹൃദയത്തിന് ബന്ധമില്ലാതിരിക്കുക എന്നാണ് സുഹൃദ് വാദിക്കുന്നത്. അങ്ങനെ നൂഹിമു അൽ മുഖാത്തബ, നമ്മൾ ആരോടാണോ അഭിമുഖ സംഭാഷണം നടത്തുന്നതെങ്കിൽ അയാളെ നമ്മൾ തോന്നിപ്പിക്കും. അന്ന ഖുലൂബന നൂഹിമുന്നല്ലേ അൽ മുഖാത്തബ, അന്ന ഖുലൂബന സാഫിയത്തുൻ, നമ്മുടെ ഹൃദയമൊക്കെ നല്ല തെളിച്ചാണ്. വലാനെതിരി, നമ്മൾ അറിയണില്ല. അന്നൽ ഇസ്തിഗാലബിഹ, ഈ സമ്പത്ത് കൊണ്ട് ജോലിയാവല് മിൻ തഅല്ലുഖിൽ ഖൽബി ബിൽ ഖൽബി,
കൽബിന് യാതൊരു ബന്ധവുമില്ല സമ്പത്തിനോട്. എന്നിരിക്കെ അതിന് സമ്പത്തിനോട് കൊണ്ട് ജോലിയാവുക എന്നുള്ളത് ലൗകാല ഹയ്യൻ, അത് ഏറ്റവും നിസ്സാരമായതായിരുന്നുവെങ്കിൽ ലമാ തറക്കഹ ഇബ്രാഹിമിന് അധികം റളിയല്ലാഹു വൈറുഹു, ബൽഖയിലെ ചക്രവർത്തിയായിരിക്കുന്ന ഇബ്രാഹിമിന് അധികം തങ്ങള് അതൊക്കെ ഇട്ട് ഒഴിവാക്കി പോകുമോ? അതുകൊണ്ട് ജോലിയായ പോലെ, ഹൃദയത്തിന് ബന്ധമില്ലാതിരുന്നാ പോരാ. അപ്പൊ ഇബ്രാഹിമിന് അധികം തങ്ങളും അതുപോലത്തെ മഹാരഥന്മാരൊക്കെ എല്ലാം ഇട്ടേച്ചു പോയി, ഒരു ബന്ധമല്ലാതെ ആക്കി മാറ്റിയെടുക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോ നമ്മുടെ അവസ്ഥ അഖബഹുൽ അഹ്വാലി, അവസ്ഥ ഏറ്റവും മോശമായ അവസ്ഥയാണ് നമുക്കുള്ളത്. കാരണം ഈ അന്നൽ വാജിബായ സുഹൃദ് ഏതാ? ഇന്നമാ ഹുവ സുഹൃദ് ബിൽ ഹറാമി ദൂന മുബാഹ്. ഹറാമിലാണ് സുഹൃദ്, ഹലാലായ കാര്യത്തിലില്ല. അപ്പൊ സുഹൃദ് ബീഹി, അപ്പൊ ഹലാലായ കാര്യത്തിൽ സുഹൃദോ വൈറു വാജിബിൻ, അത് വാജിബല്ല, ബൽ മുസ്തഹബുൻ, സുന്നത്താണ്. ഇൻകാന അൽ അവ്വലി, ആദ്യത്തോടു കൂടെയാണ് ആ സമ്പത്തി എങ്കിൽ. അപ്പൊ ഇൻകാന അൽ അവ്വലി, എന്നാ പിന്നെ ആദ്യത്തോടു കൂടെയാണ് ഇവനെങ്കിൽ സുഹുദി ബിൽ മുബാഹി, അപ്പൊ മുബാഹായ കാര്യത്തിൽ സുഹുദ് ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കുന്ന ആള് ലാ യഅ്സമു, അയാൾ കുറ്റക്കാരനാകോ? ഇല്ല. ഹറാമിൽ എന്തായാലും വേണം, പക്ഷേ ഹലാൽ സുഹുദ് ചെയ്യണമല്ല, ഹറാമിന് സുഹുദാണ്, അവന് കുറ്റമുണ്ടോ? ഇല്ല. ബിഖിലാഫി മുദ്ദഇ സുഹുദി കാദിബൻ, സുഹൃദുകാരനാണെന്ന് കള്ളം പറഞ്ഞ് വാദിക്കുന്നതിനെതിരെ, സുഹൃദായിട്ടില്ല എന്നാൽ സായിദാന്ന് വാദിക്കുക, അങ്ങനെ വാദിക്കുന്നതിനെതിരെ തന്നെ ഓൻ കുറ്റക്കാരനാണ്, അത് പാടില്ല. പിന്നെ അമ്മാമൻ യസ്ഹദു ബിൽ ഹലാലി, ഹലാൽ അവൻ സായിദാണ്, ഹലാലൊന്നും ശ്രദ്ധിക്കണില്ല, അതൊക്കെ ഒഴിവാക്കണം. അപ്പൊ യതനാവുൽ ഹറാമ, എത്രത്തിൽ ഹറാമാണ് അവൻ പെരുമാറുന്നത്, ഹലാലായ കാര്യം നിൽക്കണില്ല, ഉപയോഗമൊക്കെ ഹറാമാണ്. ഇങ്ങനെ വരുമ്പോൾ ഫഹുവ ഇവൻ കമൻ യഗ്സിലു കുല്ല സൗബി ബിൽ ബൗൽ. ഈ ചങ്ങാനെ പറ്റി പറയാനുള്ളത് എന്താ അറിയാം? അവന്റെ വസ്ത്രം മുഴുവനും മൂത്രം കൊണ്ട് കഴുകണ ആളെ ഭാര്യപ്പോയത്, ഹലാലോടെ ഒഴിവാക്കി ഹറാമെടുക്കുക, എന്ത് മട്ടുണ്ട്? ആ മൂത്രം കൊണ്ട് വസ്ത്രം കഴുകിയ എങ്ങനെ നന്നാവുമോ എന്നതുപോലെയാണ്. ഈ ഇസാരത്തി മുസാഫീൻ അസാബ തർഫം മിൻഹു, അവന് ഏതോ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? തുപ്പുനീരെത്തിയിട്ടുണ്ട്. ആ തുപ്പുനീര് നീക്കിക്കളയാൻ വേണ്ടി വെള്ളം കൊണ്ട് കഴുകേണ്ട സ്ഥാനത്ത് മൂത്രം കൊണ്ടാണ് കഴുകിയത്, അങ്ങനെ ഉണ്ടാവും എന്നതുപോലെയാണ്. മൂത്രം ഹറാമല്ലേ, വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കഴുകിയ പോലെ, അതല്ല വേണ്ടത്. ഇതുപോലെ ആയിരിക്കും ഹലാലായ കാര്യത്തിൽ സായിദായിട്ട് ഹറാം ഉപേക്ഷിക്കുന്ന ആളുകൾ. മുറാദുൻ ഹുന, ഈ വെഴുത്തിൽ ഇവിടെ നാലിമിന്റെ ഉദ്ദേശം അസ്സുഹുദു ഫിൽ മുബാഹാത്തി മഅ സുഹുദി ഫിൽ മുഹറമാത്തി, ഹറാമായ കാര്യത്തിൽ സുഹുദ് അനിവാര്യമാണല്ലോ, ഹറാമ് അത് ഒഴിവാക്കണമല്ലോ, അതിലെ സുഹുദ് പോലെ തന്നെ മുബാഹായ സംഗതിയിൽ സുഹുദ് വേണം. നമ്മൾക്ക് നല്ല ഉഷിറൻ വസ്ത്രം, കാണാൻ ചന്തമുള്ള വസ്ത്രം, അത് ഫോർമാലിറ്റി, അതുപോലെ തന്നെ ഹലാലാണെന്ന് പറഞ്ഞ് വലിയ വീടുകൾ, കാറുകൾ, ഭക്ഷണങ്ങൾ, ഇതിനൊക്കെ നമ്മൾ സുഖം കൊള്ളുന്നു, ഹലാലാണ്. വാസ്തവത്തിൽ അതിന് സായിദാവണം നടത്താം. ഇത് ഹുവൽ മുതബാദിറു ഇൻദ ഇത്ലാഖി സുഹുദി. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, സുഹുദ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ വേഗം ഓടിയെത്തുക, ഹറാമായ കാര്യത്തിലല്ല സുഹുദ്, ഹലാലിലാണ് എന്നാണ്. പിന്നെന്താ ഇജ്തിഹാദി, ഇജ്തിഹാദ് കൊണ്ടും നിങ്ങൾ പതിവായുള്ളൂ. എന്നാൽ ജിദ്ദി തശ്മീർ, പരിശ്രമം, അധ്വാനം. അപ്പൊ ജദ്ദും തശ്മീർ, നല്ല പരിശ്രമം. അപ്പൊ ബദറിൽ ഈ കഴിവുകളെല്ലാം ഉപയോഗപ്പെടുത്തുക, ഈ ത്വാഅത്തില്ലാഹി, അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ. അപ്പൊ മുഹാറബത്തി ശൈത്വാനി വനഹസി മുഖാലഫത്തില്ല, സ്വന്തം ശരീരത്തിനോടും ശൈത്താനിനോടും സത്വത പുലർത്തുന്നതിലും യുദ്ധം ചെയ്യുന്നതിലും അത് രണ്ടിനോടും എതിർക്കുന്ന വിഷയത്തിലും അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ കഴിവിന്റെ പരമാവധിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക, അധ്വാനിക്കുക, പരിശ്രമിക്കുക. ഇത് തന്നെ വഫിയൽ വായിദി ഐ കസീറൽ വഫാഇലഹു, കരാറുകളെ നല്ലോണം പൂർത്തിയാക്കി വീട്ടുക, അങ്ങനത്തെ ആളാണെങ്ങനെ. ഫഖദ് റുവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ, കമാഫിൽ ഖലാഇദി, ഖലാഇദിൽ പറഞ്ഞതുപോലെ,
അന്നഹു ഖാല മഹാനബറുകൾ പറയുന്നു റാഫഖൽ ഖിദർ ഖിദർ നബി അലൈഹിസ്സലാം എന്നോട് കൂട്ടുകൂടി ഈ അവലി ദുഖൂലി ഇലൽ ഇറാഖി ഞാൻ ഇറാഖിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ഖിദർ നബി എന്റെ കൂടെ കൂടി. വമാ കുന്തു അറബ്തുഹു യത്തരത്തിൽ ഖിദർ നബിയാണ് എന്റെ കൂടെ കൂട്ടുകാരനായിട്ട് വരുന്നത് എനിക്കറിയില്ല എന്ന് ശൈഖ് അവറുകൾ പറയുന്നുണ്ട്. എന്നിട്ടോ വശർത്തു അങ്ങനെ വശറത്ത ഖിദർ നബി അലൈഹിസ്സലാം നിബന്ധന വെച്ചു അല്ലാ യുഖാലിഫ എതിരുണ്ടാകാൻ പാടില്ല എതിർക്കാൻ പാടില്ല എന്ന് നിബന്ധന വെച്ചു. എന്നിട്ട് വഖാലലി ഉഖ്ഉദ്ഹുനാ എന്നോട് ഇവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞു. ഫജലസ്തു ഫിൽ മക്കാനിൽ ലദി അഖഅദനി അങ്ങനെ മഹാൻ ഇരിക്കാൻ പറഞ്ഞ അതേ സ്ഥലത്ത് ഞാൻ അങ്ങ് ഇരുന്നു. സലാസ സിനി ഒരു 3 കൊല്ലം അടിയിരുന്നു. 3 കൊല്ലം അവിടെ തന്നെ ഇരുന്നിട്ട് എഴുത്തീനി ഈ കുല്ലിസനത്തിൻ മറത്തൻ ഈ 3 വർഷത്തിലും ഓരോ വർഷത്തിലും ഒരു വട്ടമേ എന്റെ അടുത്ത് ഒപ്പിരി വരികയുള്ളൂ. വന്നിട്ട് പോയപ്പോലും മക്കാനക്കാത്ത ആത്തീക്ക അവിടെ തന്നെ ഇരിക്കണേ പോകരുത് ഞാൻ വരുന്നത് വരെ അവിടെ തന്നെയാണ്. ഇതൊരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം ലംഘിക്കാതെ മഹാനബറുകൾ അത് പൂർത്തിയാക്കി നേടിയെന്ന പിന്നെ അഹദ് ഉടമ്പടിയും നല്ലോണം പൂർത്തിയാക്കി കിട്ടുന്ന മഹാനാണ് മഹാനബറുകൾ. വമുത്തിമ്മിഹി അതിനെ നല്ലോണം പൂർത്തിയാക്കി കിട്ടുന്ന ആളാണ്. ഇനി വയഹ്തമിലു അൻ യുറാദ ബിൽ വഅദി വൽ അഹദ് വഅദ് അഹദ് ഇപ്പൊ രണ്ടായിട്ടാ വെച്ചത്. ഇനി ഇത് രണ്ടുകൊണ്ടും ഉദ്ദേശിക്കപ്പെടാൻ പറ്റും എന്ത് വാഹിദ് ഒന്നായിട്ട് ഉദ്ദേശിക്കാം രണ്ടും ഒന്നാണ്. അല്ലെങ്കിൽ അവിൽ മുറാദ് ബിൽ വഅദി വഅദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഅദുൽ ഖൽഖി സൃഷ്ടികളുമായുള്ളതായിരിക്കുന്ന കരാറുകളാണ്. അപ്പൊ സൃഷ്ടികളുമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കരാറുകളുണ്ടോ അതൊക്കെ പൂർത്തിയാക്കി കൂട്ടുന്നവരാണ് മഹാനവറുകൾ. ഒബിസാനി അഹദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടികളിലേക്ക് അല്ലാഹു തആല എന്തൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് ഉമൂമൻ മൊത്തത്തിൽ ബിവാസിദത്തി റുസുലി പ്രവാചകന്മാര് മുഖേന അല്ലെങ്കിൽ ഔ ഇലൈഹി സൃഷ്ടിയിലേക്ക് അല്ലാഹു തആല എന്താക്കി കരാർ ചെയ്തു ഖുസൂസൻ പ്രത്യേകമാക്കി വെച്ചു. അതെങ്ങനെ ബിവാസിദത്തിൽ ഇൽഹാം മുഖാന്തരം വഹിയല്ല മിമ്മാ ലാ യുഖാലിഫു ശരീഅത അലാ മാ തഖദ്ദമ മുമ്പ് പറഞ്ഞതനുസരിച്ച് ശരീഅത്തിനോട് എതിരായി വരാത്തതെന്ന ഇൽഹാം. എന്താണത് അന്നഹു ഹുജ്ജത്തുൻ ഇൻദ സൂഫിയ്യത്തി ബിമാ ലാ യുഖാലിഫുഹ ശരീഅത്തിനോട് എതിരായി വരാത്ത എല്ലാ ഇൽഹാമുകളും അത് ദീനിന് തെളിവാണെന്ന് സൂഫിയാക്കളടുത്തൽ ശരിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, തെളിവാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതനുസരിച്ച് ശരീഅത്തിനോട് എതിരായി വരാത്ത എന്തെല്ലാം ഇൽഹാമുകളുണ്ടോ അതുവഴി മൂപ്പർക്ക് മാത്രം പ്രത്യേകമായി കിട്ടിയിട്ടുണ്ടാകും ശൈഖ് മുഹ്യിദ്ദീൻ തങ്ങളിലേക്ക്. അങ്ങനത്തതും പൂർത്തിയാക്കി കൂട്ടുന്നവരാണെന്ന് പറയാം. വകുല്ലു അഹ്ലി തുഖാ വസുഹ്ദി വൽ ജുഹ്ദി ഇനി ബിഫത്തിഹിൽ ജദ് ജദ് നില്ലോടത്ത് 10 കൊടുത്തിട്ട് ജദ് ഇജ്തിഹാദ് ഇതൊക്കെ വായിക്കാന്ന ജുഹദ് ജഗദ് അല്ലെങ്കിൽ അവിൽ ഫത്തിഹി ജദ് ജദ് വല്ലമി ജുദ് അൽ മുശഖത്ത് മുശഖത്തായിക്കുന്ന ലമ്മു കൊടുത്തിട്ട് വായിക്കാം 10 കൊടുത്തിട്ട് വായിക്കാം. അവയക്കോൽ മഅന അൽ അവൽ 10 കൊടുത്ത പ്രകാരം വായിച്ചാൽ എന്താ അർത്ഥം വെക്ക കുല്ലു അഹ്ലിൽ ഇജ്തിഹാദി വതശ്മീരി അധ്വാനത്തിന്റെയും ഗവേഷണത്തിന്റെയും എല്ലാ ആളുകാരും യദുഉക അങ്ങയെ വിളിക്കുന്നുണ്ട് യാസുൽ അലം മുഹ്യിദ്ദീൻ എന്ന് പറഞ്ഞാൽ യതവസ്സലു ബിക ഫീ നൈലി മുറാദിഹിം അവരുടെ ആവശ്യ നിർവഹണത്തിൽ അങ്ങയെ കൊണ്ട് അവർ ഇടതേടുന്നു എന്നർത്ഥം. അയസ്ഥാനി 10 ലൊമ്മും കൊടുത്തിട്ടാണ് ഇപ്പൊ ആദ്യം പറഞ്ഞ 10 ജദ് ഇജ്തിഹാദ്. ഈ 10 ലൊമ്മും കൊടുത്തിട്ട് വായിക്കുകയാണെങ്കിൽ അപ്പൊ അതനുസരിച്ച് എന്താ അർത്ഥം ജുഹദ് അല്ലെ. അങ്ങനെയാണെങ്കിൽ കുല്ലു അഹിൽ മശക്കത്തി മശക്കത്ത് എന്നാണ് അർത്ഥം വെക്കുക. അങ്ങനെയാണ് അവിൽ പത്തി വല്ലമ്മി ലമ്മു കൊടുത്തിട്ടോ 10 കൊടുത്തിട്ടോ വായിക്കുക എന്നാണ്. അങ്ങനെ മശക്കത്ത് മശക്കത്ത് എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുക പ്രയാസവും താമും ത്യാഗവും വിഷമുള്ള എല്ലാ ആളുകളും
യദുഉക അവർ അങ്ങയെ വിളിക്കും, വയസ്തഗീസു ബിക അങ്ങയോട് അവർ സഹായം തേടും, ഫീ കശ്ഫി മാ ഹല്ല ബിഹിം അവരിൽ ഇറങ്ങിയ വിഷമത്തെ നീക്കിക്കളയുന്ന വിഷയത്തിൽ. വൽ മുനാസിബു അങ്ങനെയൊക്കെയാണെങ്കിൽ സിയാഖി ബൈത്ത് കൊണ്ടുവരുമ്പോ ആ കൊണ്ടുവരുന്നത് യോജിച്ചത് ഹുവൽ അവ്വലു ആദ്യത്തേതാണ്. അവരുടെ ഉദ്ദേശം നേടിയെടുക്കുന്ന വിഷയത്തിൽ നിങ്ങളെ കൊണ്ട് അവർ ഇടയാളന്മാരായി തേടുന്നു. അപ്പൊ ജദ് നോക്കുക, പരിശ്രമം ജിത്യാദുമുള്ള എല്ലാ ആൾക്കാരും അർത്ഥം വെക്കുമ്പോ അങ്ങനെ വെക്കാം.